നമസ്കാരം. ആളുകൾ പലപ്പോഴും ഒ പിയിൽ റിപ്പോർട്ടൊക്കെ ആയിട്ട് വരും, ഡോക്ടർ എൻ്റെ ASO ടൈറ്റർ കൂടുതലാണ്, എനിക്ക് പെൻസിലിൻ കഴിക്കണം, പെൻസിലിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, പേടിക്കേണ്ട ആവശ്യമില്ലാത്തൊരു റിപ്പോർട്ടാണ് ASO ടൈറ്റർ. ASO ടൈറ്റർ 420, 500 അങ്ങനെയൊക്കെ റിപ്പോർട്ടായിട്ട് വരും. അതിനൊരു റെലവൻസുമില്ല അൺലെസ് ദർ ഈസ് സിംറ്റം ഉണ്ടെങ്കിൽ. ASO ഉള്ളപ്പം എന്തിനു വേണ്ടിയാണ് ചെക്ക് ചെയ്യുന്നത്? റുമാറ്റിക് ഫീവർ എന്ന് പറയുന്ന ഒരു സംബന്ധിച്ചാൽ നമ്മുടെ ഹാർട്ടിനെയും ലങ്സിനെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് റുമാറ്റിക് ഫീവർ. അതിൽ ASO ടൈറ്റർ റേസ് ആയിരിക്കും, കൂടുതലായിരിക്കും. പക്ഷേ ASO ടൈറ്റർ കൂടിയിരിക്കുന്ന 99.9% പേർക്കും റുമാറ്റിക് ഫീവർ കാണില്ല. റുമാറ്റിക് ഫീവർ ഇസ് വെരി വെരി റെയർ ഡിസീസ്. അപ്പം ഒരാൾക്ക് തൊണ്ടവേദന ഉണ്ടെങ്കിൽ തൊണ്ടവേദന ഉള്ളവർക്ക് ഒരു ASO എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടയിൽ സ്ട്രെപ്റ്റോക്കോക്കസ് എന്ന ബാക്ടീരിയം വരും. ആ ബാക്ടീരിയ വന്നു കഴിയുമ്പോൾ അതിനെതിരെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രതിരോധ ശക്തിയാണ് ASO എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് തൊണ്ടവേദന വന്നിട്ടുണ്ടെങ്കിൽ, സ്ട്രെപ്റ്റോക്കോക്കൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത 2, 3, 4 മാസത്തേക്ക് ASO ടൈറ്റർ കൂടി തന്നെ ഇരിക്കും. അതൊരു അബ്നോർമൽ അല്ല, അത് നോർമലാണ്. പക്ഷേ ചില ആളുകൾക്ക് ASO ടൈറ്റർ കൂടി കഴിയുമ്പോൾ, ചില ആളുകൾക്ക്, അതായത് നമ്മൾ റെയറായിട്ട് 10, 300, 400 പേർക്ക് ASO ടൈറ്റർ കൂടും, ഒരാൾക്കായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും റുമാറ്റിക് ഫീവറോ അതിൻ്റെ ലക്ഷണങ്ങളും ഉണ്ടാകും, അതിനേക്കാളും കുറവായിരിക്കും. അപ്പം ASO ടൈറ്റർ കൂടി എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു തരത്തിലും പേടിക്കേണ്ട. അതിനുവേണ്ടി ഒരു മരുന്നും വേണ്ട. നിങ്ങൾക്ക് ഇൻഫെക്ഷൻ റെക്കറൻ്റായിട്ട് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഇമ്മ്യൂണിറ്റി കൂടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ അതിനുവേണ്ടി ആൻറ്റിബയോട്ടിക് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അത് ആൻറ്റിബയോട്ടിക് കഴിക്കണമെങ്കിൽ തന്നെ എങ്ങനെയുള്ളവരെ കഴിക്കേണ്ടത്? ASO ടൈറ്റർ കൂടിക്കഴിഞ്ഞ് ചില ജോയിൻസിന് ഭയങ്കരമായിട്ട് വേദന വന്നു, മാറി ഇന്ന് ഇവിടെ വേദനയാണ്, ഭയങ്കര വേദന വന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വേദന വന്നു, അല്ലെങ്കിൽ ഹാർട്ടിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്, വാൽവിനെ എഫക്റ്റ് ഉണ്ട്, എക്കോ ചെയ്തു, അവർ നല്ല രീതിയിൽ പനിയുണ്ട്, അങ്ങനെയുള്ളവരൊക്കെയാണ് എപ്പോഴും ലോങ് ടേം, അതായത് റുമാറ്റിക് ഫീവർ എന്ന് പറയും. അത് എപ്പോഴും നോക്കുന്നത് നമ്മൾ കാർഡിയോളജിസ്റ്റിനെ കണ്ട് കൃത്യമായിട്ട് റുമാറ്റിക് ഫീവർ ഉണ്ടോ എന്ന് നോക്കുക. റുമറ്റോളജിസ്റ്റിനെ കണ്ട് അത് റുമാറ്റിക് ഫീവർ ആണോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഈ പെൻസിലിൻ പോലെയുള്ള മരുന്നുകൾ ലോങ് ടേം കഴിക്കേണ്ട ആവശ്യമുള്ളൂ. എങ്കിൽ ഒരിക്കലും നിങ്ങൾ ആൻറ്റിബയോട്ടിക് കൂടുതലായിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ASO കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട കാര്യവുമില്ല.